നമസ്കാരം. പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു നിക്ഷേപ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. ഇതിനോടകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സുകന്യ സമൃദ്ധി യോജനയിൽ ഒരു അക്കൗണ്ട് എടുത്താൽ നമ്മുടെ കുട്ടികൾക്ക് അത് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. 21 വർഷം കഴിയുമ്പോൾ അതൊരു നല്ല എമൗണ്ടായി നമ്മുടെ കുട്ടിക്ക് ലഭിക്കും. അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടി ജനിക്കുന്നു, അതിനെത്രയും പെട്ടെന്ന് നമ്മൾ സുകന്യ സമൃദ്ധി യോജനയിൽ ഒരു അക്കൗണ്ട് എടുക്കുക. അതിനാവശ്യം വേണ്ടത് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ പേരൻസ് ആരാണോ അവരുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഇത്രയുമായിട്ട് നമുക്ക് ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിനെ സമീപിച്ചാൽ ഈ സുകന്യ സമൃദ്ധി യോജനയിൽ ഒരു അക്കൗണ്ട് എടുക്കാൻ സാധിക്കും. അതല്ല ഇനി പോസ്റ്റ് ഓഫീസ് അകലെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കുകളെ സമീപിച്ച് ഇതിലൊരു അക്കൗണ്ട് എടുക്കാൻ സാധിക്കും. ഇന്ന് ഒരു കുട്ടിയെ നമ്മൾ ചേർക്കുന്നു. കുട്ടിക്ക് 1 വയസ്സുള്ളപ്പോൾ നമ്മൾ സുകന്യ സമൃദ്ധി യോജനയിൽ ഒരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ 15 വർഷം വരെ നമ്മൾ അക്കൗണ്ടിൽ തുടർച്ചയായി നിക്ഷേപം നടത്തണം. ഇപ്പോൾ 15 വർഷം നമ്മൾ നിക്ഷേപം നടത്തുമ്പോൾ 1 വർഷം നമുക്ക് ഏതെങ്കിലും കാരണവശാൽ ഈ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാൻ സാധിച്ചില്ല എങ്കിൽ അതിൻ്റെ അടുത്ത വർഷം നമ്മൾ പണം അക്കൗണ്ടിൽ ഇടുമ്പോൾ അതിനകത്ത് നിന്നും 50 രൂപ അവർ പിഴയായി ഈടാക്കും. അത് വരാതിരിക്കാൻ എല്ലാ വർഷവും നമ്മൾ റെഗുലറായിട്ട് 250 രൂപയ്ക്ക് മുകളിലേക്കുള്ള ഒരു തുക, അതായത് 1.5 ലക്ഷം രൂപ വരേക്കും നമുക്ക് നിക്ഷേപിക്കാം. ഇതിനോടകം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ വർഷം സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് 8.2% പലിശ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ നിക്ഷേപത്തിന് ലഭ്യമാകുമെന്നുള്ളതാണ്. ഇത് സാധാരണ ഒരു ദേശസാൽകൃത ബാങ്കുകളിലെ FDക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലാണ്. മറ്റൊന്ന്, എല്ലാ വർഷവും പലിശയിൽ വ്യത്യാസം വന്നാൽ പോലും ഈ സുകന്യ സമൃദ്ധി യോജനയുടെ പലിശയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ വരില്ല. കാരണം FDക്ക് കിട്ടുന്ന പലിശയേക്കാൾ കൂടുതലായിരിക്കും സുകന്യ സമൃദ്ധി യോജനയ്ക്ക് സർക്കാർ ഇടുന്ന ഇൻട്രസ്റ്റ്. അത് മാത്രവുമല്ല, ഇതൊരു കൂട്ടുപലിശയാണ്. നമ്മൾ ഈ സുകന്യ സമൃദ്ധി യോജനയിൽ 10,000 രൂപ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഇതിൻ്റെ ഇൻട്രസ്റ്റ് 8.2% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 820 രൂപ കിട്ടുന്നു. ഈ 820 രൂപ കൂടി കൂട്ടി ഇതിനകത്ത് 10,820 രൂപയുടെ ഇൻട്രസ്റ്റ് നെക്സ്റ്റ് ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യും. അതുകൂടി നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും. അങ്ങനെ പോകുമ്പോൾ 15 വർഷം നമ്മൾ ഈ അക്കൗണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള തുക 10,000 തന്നെ ഇടണമെന്നില്ല, 1,000, 2,000 എത്ര വേണമെങ്കിലും നിങ്ങൾക്കിടാം. അതെല്ലാം 1.5 ലക്ഷം രൂപ വരേക്കും നിക്ഷേപിക്കാം. 15 വർഷം നമ്മളിത് റെഗുലറായിട്ട് ഇടുന്നു. അതിനുശേഷം 6 വർഷം ഈ എമൗണ്ട് FD ആയിട്ട് അവിടെ കിടക്കും. 21 വർഷത്തിന് ശേഷമാണ് നമുക്കിത് മച്വയർഡ് ആയിട്ട് കിട്ടുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്നത്, കുട്ടിക്ക് 18 വയസ്സായി, കുട്ടിക്ക് ഹയർ സ്റ്റഡീസിന് പണം ആവശ്യമായി വന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ വേണ്ടത്ര സർട്ടിഫിക്കറ്റുകളോട് ഹാജരാക്കിയാൽ ഈ 18 വയസ്സാകുമ്പോൾ കുട്ടിക്ക് ഇതിൻ്റെ 50%, അന്ന് എത്രയാണോ നമ്മുടെ അക്കൗണ്ടിലുള്ള പണം അതിൻ്റെ 50% എമൗണ്ട് നമുക്ക് പിൻവലിക്കാൻ സാധിക്കും. മറ്റൊന്ന്, ഇതിപ്പം നമ്മൾ അസുഖം വന്നു, അതല്ലെങ്കിൽ പേരൻസിന് മരണം സംഭവിച്ചു, അങ്ങനെ വന്നാലും ഈ കുട്ടിക്ക് ഈ എമൗണ്ട് പിൻവലിക്കാൻ സാധിക്കും. മറ്റൊന്ന്, 21 വർഷം കഴിഞ്ഞ് ഒരു നല്ല എമൗണ്ട്, നിങ്ങളിടുന്ന നിക്ഷേപത്തിൻ്റെ ഇരട്ടിയിലധികം എമൗണ്ട് എന്തായാലും ഈ സുകന്യ സമൃദ്ധി യോജനയിലൂടെ കുഞ്ഞിന് ലഭ്യമാകും. ഒരു കുടുംബത്തിൽ 2 പെൺകുട്ടികൾക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭ്യമാകുള്ളൂ. മൂന്നാമതൊരു പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ഉണ്ടാവില്ല. എന്നാൽ രണ്ടാമത്തെ പ്രസവത്തിൽ ഇരട്ട കുട്ടികൾ 2 പെൺകുട്ടികളാണ് ഉണ്ടാകുന്നതെങ്കിൽ വീട്ടിൽ 3 പെൺകുട്ടികൾക്കും ഈ ആനുകൂല്യം ലഭ്യമാകും. മറ്റൊന്ന്, നമ്മൾ എല്ലാ ബർത്ത്ഡേയ്ക്കും കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് നമ്മൾ കരുതിയിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പേരക്കുട്ടികൾക്ക് അവരുടെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞാൻ കൊടുക്കുന്നത് ഒരു ചെറിയതാണേലും വലുതാണേലും ഒരു എമൗണ്ട് ആയിരിക്കും. അത് കുട്ടികളുടെ പേരിൽ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ് പതിവ്. അതുകൊണ്ട് പെൺകുട്ടികളുള്ള എല്ലാ രക്ഷിതാക്കളും 10 വയസ്സ്, കുഞ്ഞിന് 10 വയസ്സാകുന്നതിന് മുൻപേ സുകന്യ സമൃദ്ധി യോജനയിൽ അക്കൗണ്ട് എടുക്കണം. 10 വയസ്സ് കഴിഞ്ഞാൽ ഇത് സാധ്യമാവില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിൽ കരുതി ഇന്ന് തന്നെ ഈ അക്കൗണ്ട് എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് കുട്ടികളുടെ പേരിൽ ഇങ്ങനെ ഒരു സുകന്യ സമൃദ്ധി യോജന
അക്കൗണ്ട് എടുക്കുക. കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആകട്ടെ നിങ്ങളുടെ ഹ്യൂജ് എമൗണ്ട്. അതൊരു 65 ലക്ഷം വരേക്കും നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. മറ്റൊന്ന്, മുൻകാലങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടി ഒട്ടനവധി പദ്ധതികൾ മോദിജി നടപ്പിലാക്കി വരുന്നുണ്ട്. ഇത്തരം പദ്ധതികളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ.